തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ആത്മവിശ്വാസത്തിൽ ഊന്നിയുള്ള പ്രവർത്തനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെ സജീവമാണ്, സക്രിയമാണ് പ്രവർത്തകരെല്ലാം. ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരം ആഗ്രഹിച്ചിരുന്നത് എന്നുള്ള നിലയ്ക്കുള്ള നിരീക്ഷണമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ. നരേന്ദ്രമോദി ഗവൺമെൻറ് കൂടുതൽ ഭൂരിപക്ഷത്തിൽ വീണ്ടും വരേണ്ടതിൻ്റെ ആവശ്യം, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രവർത്തിച്ച മേഖലയിലൊക്കെ തന്നെ വിജയം കൈവരിച്ച ഒരു വ്യക്തിയുടെ തിരുവനന്തപുരത്തെ സാന്നിധ്യവും അതിൻ്റെ സാധ്യതകൾ ഇത് എല്ലാ വ്യക്തികളിലേക്കും എത്തിക്കുവാൻ വേണ്ടി, വോട്ടുള്ളവരിലും വോട്ടില്ലാത്തവരിലും ഒക്കെ എത്തിക്കുവാൻ വേണ്ടി, അപ്പോൾ സമൂഹത്തിൻ്റെ ഒന്നടങ്കം പിന്തുണ ആർജിക്കുവാനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തുന്നത്. ജനങ്ങൾക്കെല്ലാം ഈ 67 വർഷത്തെ കേരളത്തിലെ ഭരണം അറിയാവുന്നവരാണ്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മോഡി മാത്രമേ ഇനി അടുത്ത ഒരു പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരികയുള്ളൂ എന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് തന്നെയുണ്ട്. കഴിഞ്ഞ 15 വർഷം തിരുവനന്തപുരം പരാജയപ്പെട്ടു പോയി. അപ്പോൾ ആ പരാജയം തിരിച്ചറിഞ്ഞുകൊണ്ട് പരാജയപ്പെട്ട ഒരു MPയെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കൈവിട്ടിരിക്കുകയാണ്. ആ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ കൈവിട്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, അതായത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എല്ലാവരും, ഞാനിവിടെ വന്നില്ലെങ്കിലും ഞാൻ വോട്ടർമാരുമായിട്ട് ഇടപഴകിയില്ലെങ്കിലും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെല്ലാം തന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് എന്ന തരത്തിലുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആറ്റിറ്റ്യൂഡ്. അതിനെതിരെ ശക്തമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ UDF പ്രവർത്തകർ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ഒരു അനിഷേധ്യമായ പങ്ക് വഹിക്കേണ്ട കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും അത് BJPക്ക് അനുകൂലമായിരിക്കും. പാർട്ടി പ്രവർത്തകരെ ഇറക്കി വിടുന്ന ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധി ഒരിക്കലും പാർട്ടി പ്രവർത്തകർ പ്രോത്സാഹിപ്പിക്കുകയില്ല. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനും അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പരിപാടികൾ സംഘടിപ്പിക്കുവാനും ഇപ്പോൾ കൂടുതൽ സമയവും മുന്നോട്ട് വരുന്നത് BJP പ്രവർത്തകർ ഇല്ലാത്തവർ. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളെല്ലാം തന്നെ ഇതുവരെ എത്രത്തോളമായി? പ്രചരണ പരിപാടികൾ സാമാന്യം നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എല്ലാ ചട്ടങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ, നരേന്ദ്രമോദി ഗവൺമെൻറ് കൂടുതൽ ഭൂരിപക്ഷത്തിൽ വീണ്ടും വരേണ്ടതിൻ്റെ ആവശ്യം, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രവർത്തിച്ച മേഖലയിലൊക്കെ തന്നെ വിജയം കൈവരിച്ച ഒരു വ്യക്തിയുടെ തിരുവനന്തപുരത്തെ സാന്നിധ്യവും അതിൻ്റെ സാധ്യതകൾ ഇത് എല്ലാ വ്യക്തികളിലേക്കും എത്തിക്കുവാൻ വേണ്ടി, വോട്ടുള്ളവരിലും വോട്ടില്ലാത്തവരിലും ഒക്കെ എത്തിക്കുവാൻ വേണ്ടി, അപ്പോൾ സമൂഹത്തിൻ്റെ ഒന്നടങ്കം പിന്തുണ ആർജിക്കുവാനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തുന്നത്. സത്യത്തിൽ അതിൽ നന്നായിട്ട് മുന്നേറാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ നല്ല ആത്മവിശ്വാസത്തിലാണ്. ചില പ്രീപോൾ സർവേ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ BJP 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഞങ്ങൾ ജനങ്ങളിലാണ് വിശ്വാസം അർപ്പിക്കുന്നത്. മാധ്യമങ്ങളിപ്പോൾ ഓരോ മാധ്യമങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ടാവാം, അവരുടെ വിലയിരുത്തലുണ്ടാവാം. ആ വിലയിരുത്തലുകൾക്ക് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഞങ്ങൾ ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു. ഇവിടെ LDF പല കാര്യങ്ങളും BJP സ്ഥാനാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ LDFും ഞങ്ങളും തമ്മിൽ നല്ല മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊക്കെ തന്നെ BJPക്ക് അനുകൂലമായിട്ട് പ്രതിഫലിക്കും. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വരുന്നതും അതിൻ്റെ സാധ്യതകളുമൊക്കെ തന്നെ BJPക്ക് അനുകൂലമായിട്ട് പ്രതിഫലിക്കും. ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരം ആഗ്രഹിച്ചിരുന്നത് എന്നുള്ള നിലയ്ക്കുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ തിരുവനന്തപുരത്ത് യോഗം ചേരുന്നുണ്ട്. അവരിലൊരു 20% താഴെ മാത്രമേ BJP അനുഭാവികളുള്ളൂ. ബാക്കി എല്ലാവരും BJPയുമായിട്ട് നേരിട്ടോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധമില്ലാത്തവരാണ്. പക്ഷേ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളുണ്ട്, പ്രിൻസിപ്പൽമാരുണ്ട്. അപ്പോൾ അവരുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ഇൻട്രാക്ഷൻ അദ്ദേഹത്തിൻ്റെയും മോഡി ഗവൺമെൻറ്റിൻ്റെയും കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നു. അതിലൂടെ കൂടുതൽ വിദ്യാർത്ഥികളിലേക്കും യുവാക്കളിലേക്കും എത്തുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കും. അതോടൊപ്പം തന്നെ ആ സമൂഹം അത് ആഗ്രഹിക്കുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സ്പോർട്സിന് വളരെ വലിയ സാധ്യതയുണ്ട്. എന്നാൽ എന്ത് ചെയ്യും? പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലോ സഹായമോ കിട്ടാത്തതുകൊണ്ട് നല്ല സ്പോർട്സ് താരങ്ങൾ മുളയിലേ തന്നെ അവർ അവസാനിച്ചു പോകുന്നു. അവർക്ക് മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഫുട്ബോൾ കളിക്കുന്നവരാണ് ബോൾ കൊടുക്കാൻ സാധിക്കില്ല. ഒരു സ്പോർട്സ് അക്കാഡമി തന്നെ തിരുവനന്തപുരത്ത് വേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി അവരൊക്കെ തന്നെ അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട്. നല്ല ഗ്രൗണ്ടുകളുടെ അഭാവമുണ്ട്. ഇപ്പോൾ പൂജപ്പുര ഒരു ഗ്രൗണ്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് അത്യാവശ്യം സ്പോർട്സ് എന്തെങ്കിലും ചെയ്യാനുള്ളത്. പക്ഷേ ആ ഗ്രൗണ്ട് പോലും മെച്ചപ്പെട്ട രീതിയിലല്ല പരിപാലിക്കപ്പെടുന്നു. അപ്പോൾ അതിനൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായ പണമുണ്ട്. ആ പണം ഉത്തരവാദിത്തപ്പെട്ട ഒരു MP തിരുവനന്തപുരത്ത് വന്ന് പ്രയോജനപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെ വിവിധ മേഖലകൾ, ഞാൻ 1-2 മേഖലകളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
പെട്ടവരൊക്കെ തന്നെ അദ്ദേഹവുമായിട്ട് കാണുവാനും ചർച്ച ചെയ്യുവാനും ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെയൊക്കെ തന്നെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ 15 വർഷം തിരുവനന്തപുരം പരാജയപ്പെട്ടു പോയി. കഴിഞ്ഞ 15 വർഷം തിരുവനന്തപുരം പരാജയപ്പെട്ടു പോയി. അപ്പോൾ ആ പരാജയം തിരിച്ചറിഞ്ഞുകൊണ്ട് പരാജയപ്പെട്ട ഒരു MPയെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കൈവിട്ടിരിക്കുകയാണ്. ആ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ കൈവിട്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, അതായത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എല്ലാവരും, ഞാനിവിടെ വന്നില്ലെങ്കിലും ഞാൻ വോട്ടർമാരുമായിട്ട് ഇടപഴകിയില്ലെങ്കിലും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെല്ലാം തന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് എന്ന തരത്തിലുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആറ്റിറ്റ്യൂഡ്. അതിനെതിരെ ശക്തമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ UDF പ്രവർത്തകർ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ MPയുടെ പ്രവർത്തനത്തിലും കോൺഗ്രസ് നേതൃത്വത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട നിരവധി ആൾക്കാർ, അത് വലിയ വലിയ നേതാക്കന്മാരുടെ കാര്യം മാത്രമല്ല, ബൂത്ത് തലത്തിൽ തന്നെ പ്രവർത്തകർ കോൺഗ്രസിനെയും UDFനെയും ഉപേക്ഷിച്ചിട്ട് BJPയിലേക്ക് എത്തിയിരിക്കുവാൻ രാജീവ് ചന്ദ്രശേഖരന് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ സ്വന്തം ഫ്ലാറ്റിൽ നിന്നും പാർട്ടി പ്രവർത്തകരെ ഇറക്കി വിടുന്ന ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധി ഒരിക്കലും പാർട്ടി പ്രവർത്തകർ പ്രോത്സാഹിപ്പിക്കുകയില്ല. അവരൊക്കെ തന്നെ അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അധികാരം പ്രകടിപ്പിക്കുകയാണ്. നല്ല രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത്. പിന്നെ LDF ഇപ്പോൾ CAA കേസുകൾ പിൻവലിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു പരിശ്രമം LDF നടത്തുന്നു. ഒരു പരിധിവരെ അവരത് വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും LDFനെ ഞങ്ങൾ തുറന്നു കാണിക്കുവാൻ വേണ്ടി ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കും. അതായത് കേരളത്തിൽ ED നടപടി വേണമെന്ന് പറയുന്നവരാണ് കഴിഞ്ഞ ദിവസമെല്ലാം ഇവിടെ ഡൽഹിയിലെ EDയുടെ നടപടിക്കെതിരെ രാജ്ഭവൻ മാർച്ച് അടക്കം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ഇരുട്ടത്താപ്പിനോട് അല്ലെങ്കിൽ അതിനോട് സാറെന്ത്? അല്ല, നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യം ഭരിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ കള്ളപ്പണം, അതോടൊപ്പം തന്നെ കള്ളപ്പണം സൂക്ഷിക്കുന്നവർ, നികുതി അടയ്ക്കാത്തവർ, ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾക്കെതിരെ ഞങ്ങൾ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു വിട്ടുവീഴ്ച, അത് തെരഞ്ഞെടുപ്പാണെന്നോ തെരഞ്ഞെടുപ്പല്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അന്വേഷണ ഏജൻസികൾ അവരുടെ ഉത്തരവാദിത്തം ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ മുകളിൽ കോടതി മാത്രമായിരിക്കും. അന്വേഷണ ഏജൻസികൾക്ക് പ്രവർത്തിക്കുവാനുള്ള, അത് EBD ആയിക്കോട്ടെ, CBIക്ക് ആയിക്കോട്ടെ, മറ്റ് ഏജൻസികളായിക്കോട്ടെ, സ്വതന്ത്രമായിട്ടുള്ള ഒരു സംവിധാനവും ഒരു നിലപാടുമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞല്ലോ, BJPക്ക് ഒരു അടിത്തറയുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയ അടിത്തറയുണ്ട്, ഞങ്ങൾക്കൊരു ഒരു നല്ലൊരു ശതമാനം വോട്ടുണ്ട്. എന്നാൽ അതിലപ്പുറം വോട്ട് കൂടെ കിട്ടിയാൽ മാത്രമേ ജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിലൂടെ തിരുവനന്തപുരത്ത് BJP വിശ്വാസികളല്ലാത്തവർ പോലും വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. ആ കോൺഫിഡൻസ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനും അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പരിപാടികൾ സംഘടിപ്പിക്കുവാനും ഇപ്പോൾ കൂടുതൽ സമയവും മുന്നോട്ട് വരുന്നത് BJP പ്രവർത്തനത്തിൽ ഇല്ലാത്തവരാണ്. വിദ്യാഭ്യാസ മേഖല, സ്പോർട്സ്, നഴ്സുമാർ, ഇങ്ങനെയുള്ള മേഖലയിലുള്ള, അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അവരുടെ ഭാഗത്തു നിന്നുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് വോട്ടുകൾ ഇത്തവണ ഞങ്ങളിലേക്ക് ഒഴുകിയെത്തും. അത് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്വീകരിച്ചുകൊണ്ട്, വിനയപുരസരം സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസനത്തിനായിട്ട് ഞങ്ങൾ മുന്നോട്ട് നിൽക്കും. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലമല്ല, മൊത്തം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും BJPയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് ജനങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്? ഇപ്പോൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ വരുന്നത്. ഈ മണ്ഡലങ്ങൾ, ഈ രണ്ട് മണ്ഡലങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി V. മുരളീധരൻജി ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം കഴിഞ്ഞ 1.5 വർഷമായി അവിടെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം, അദ്ദേഹം സ്ഥാനാർത്ഥി ആകുമെന്നുള്ള പ്രതീക്ഷയിലല്ല, പക്ഷേ തിരുവനന്തപുരം കേന്ദ്രീകരിക്കുന്ന പൊതുപ്രവർത്തനം എന്നുള്ളതൊക്കെ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാരുടെ ഇഷ്യൂസിൽ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ കോന്നിയിലിരുന്നു കൊണ്ട് ആറ്റിങ്ങൽ ഭരിക്കുന്ന ഒരു MP ആയിരുന്നു. അവിടെ കോന്നിയിലിരുന്നു കൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ MP ആയി മാറുന്ന ഒരു വ്യക്തിയായിരുന്നു കഴിഞ്ഞ 5 വർഷം ആറ്റിങ്ങലുണ്ടായിരുന്നത്. അത് തുടങ്ങി അദ്ദേഹം MP ആയി ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആറ്റിങ്ങലത്തെ ആൾക്കാർ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു കഴിഞ്ഞു. കാരണം എന്താണ്? അദ്ദേഹം ആറ്റിങ്ങൽ വരാറില്ല, അദ്ദേഹം ഇനിയും കോന്നിയിൽ MLA ആയിട്ട് മത്സരിക്കണമെന്ന് ആഗ്രഹം കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ അവിടെ കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് V. മുരളീധരൻജിയാണ് അവിടുത്തെ ഇഷ്യൂസ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മുതലപ്പുഴി, ആരാ മുതലപ്പുഴയിലെത്തിയത്? കേന്ദ്രമന്ത്രി മുതലപ്പുഴയിൽ കൊണ്ടുവന്ന V. മുരളീധരൻജി. ഇന്നലെ റഷ്യയിലേക്ക് ചതിയിൽപ്പെട്ട് എത്തപ്പെട്ട യുവാക്കൾ, അവരുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹം അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ V. മുരളീധരൻജിയെ സ്വീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് കഴിഞ്ഞതിന് 2.5 ലക്ഷം വോട്ട് കിട്ടിയ മണ്ഡലമാണ്. ഒരു 70,000 വോട്ട് കൂടി, 60,000-70,000 വോട്ട് കൂടി മാറിക്കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ആത്മവിശ്വാസത്തിൽ ഊന്നിയുള്ള പ്രവർത്തനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എത്രത്തോളമായി പ്രചാരണ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തുന്നത്, എല്ലാ കാര്യങ്ങളും എത്രത്തോളം? ഞാൻ എല്ലാ മണ്ഡലങ്ങളിലും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അല്ല, മൊത്തത്തിൽ വളരെ ഉഷാറായിട്ട് തന്നെയാണ്
നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്ന വളരെ സജീവമാണ്, സക്രിയമാണ് പ്രവർത്തകരെല്ലാം. വളരെ വിജയപ്രതീക്ഷയാണ് എല്ലായിടത്തും ഉള്ളത്. എല്ലായിടത്തും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ സജ്ജമാണ്. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം LDF UDF ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്ത കൊടും ക്രൂരതകൾ അക്കമിട്ട് എണ്ണമിട്ട് പറയുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം ഈ 67 വർഷത്തെ കേരളത്തിലെ ഭരണം അറിയാവുന്നവരാണ്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മോഡി മാത്രമേ ഇനി അടുത്ത ഒരു പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരികയുള്ളൂ എന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് തന്നെയുണ്ട്. LDFനും UDFനും ആരാണ് പ്രധാനമന്ത്രി എന്ന് പറയാൻ കഴിയുന്നില്ല. ഭരണം അവർക്ക് കിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഭരണം കിട്ടുന്ന ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നാണ് ജനങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുക. സർ, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒരു റിയാക്ഷൻ അവരുടെ അല്ല, ജനങ്ങളെല്ലാം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കേരളം ഒരു ദേശീയ ധാരയിൽ നിന്നും മാറി നിൽക്കരുതെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പങ്ക് വഹിക്കേണ്ടത് ഒരു ദൗത്യ നിർവഹണം ആവശ്യമാണെന്നും വിശ്വസിക്കുന്നവരാണ് കേരളീയരെല്ലാവരും. അത് ദേശീയ കാഴ്ചപ്പാടിനോട് മുഖം തിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ഒരു അനിഷേധ്യമായ പങ്ക് വഹിക്കേണ്ട കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും അത് BJPക്ക് അനുകൂലമായിരിക്കും.